പ്രതി ഓന്തുഗോപാലൻ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. ഇതാരാ ഇവൻ? നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം. നല്ല ചങ്കൂറ്റ കൂടെ നിൽക്കും. തല പോയാലും പിള്ളേച്ച് വാക്കുമാറില്ല. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ, ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ മഹാനായ നേതാവാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. ശല്യമായല്ലോ. ഞാൻ ആകെ തീ പിടിച്ച് നിൽക്കട്ടോ. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്താ. ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടില്ല, നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. അളിയോ പറഞ്ഞത് സത്യം തന്നെയല്ലേ? അളിയൻ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കുക. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യൻ. ശരിപ്പെടുത്ത്, എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. ഏയ് ഞാനതൊന്നും ചെയ്യില്ല. ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. ജോർജ് എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരാളെ പൊക്കി പറയും, പിന്നെ തള്ളി പറയും. ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഒരു പക്ഷേ പകർന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഉറച്ചു നിൽക്കുന്നതിനാണ്. കാലൻ വന്ന് പോരുന്നോന്ന് ചോദിച്ചാല് മൂപ്പർക്ക് ഇത് തന്നെ പറയാനുണ്ടാവും. കേരളം പിടിച്ചടക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ നേതാവ് തന്നെ മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കണം. ഈ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കള്ളക്കച്ചവടത്തിന്റെ ആൾ ഉമ്മൻചാണ്ടിയല്ലേ. ഞാനിത് പച്ചക്കങ്ങ് പറയാം. ഒരു പാര രാജാവ് അങ്ങേര്. താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞെന്തോന്നാ? മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം. അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റൂ. യൂസിഫലിയുടെ മാള് ആ മലപ്പുറത്ത് തന്നെ മാളുണ്ടാക്കാത്ത, കോഴിക്കോട് തന്നെ മാളുണ്ടാക്കാത്ത എന്താ കാര്യം? മുസ്ലിങ്ങളുടെ കാശ് അങ്ങേർക്ക് വേണ്ട, നിങ്ങളുടെ കാശ് മതി. ഈ യൂസുഫ് അലി സാഹിബ് ഒരു വളരെ മാന്യനാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞില്ലേ? കാര്യം കണ്ടു കഴിയുമ്പോ ഒരുമാതിരി പാലം വലിക്കുന്ന പണി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, അതിനകത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. ഇപ്പോഴേ നിന്റെ രോഗം അറിഞ്ഞു നന്നായി. ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ താനേ മൂത്രം പോകുക. പോരാട്ട വീര്യത്തോടുകൂടി നടക്കുന്ന VS അച്യുതാനന്ദൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ്. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി. യൂദാസിന്റെ മനസ്സുമായി സാത്താന്റെ വചനങ്ങൾ പറയുന്ന പാപിയായ പുണ്യാളനാണ് VS അച്യുതാനന്ദൻ. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. ഇസ്ലാം വിരുദ്ധത എന്ന് പറഞ്ഞ് ഞാൻ ഇസ്ലാം വിരുദ്ധനല്ല. പക്ഷെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും SDP ഞാൻ അവരെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞതാ. പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ ഇരുന്നിട്ട് അവർക്ക് നന്ദി പ്രകടനം നടത്തുന്ന ജോർജിനെ കുറെ പേര് കണ്ടിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ രാഷ്ട്രീയ പാർട്ടികൾ 3 മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. ഇതിലും നല്ലത് ഉതളയ്ക്കാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടേച്ചായ. ഈ താലിബാനിസ്റ്റുകളല്ലേ പിണറായി കണ്ട് കസേരക്കറ്റി ഇരുത്തിയിരിക്കുന്നത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പിണറായി തന്നെ. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നെ ഇരിക്കും അല്ലേ? ഇതാണ് കൂട്ട. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. തന്നെ